എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ ഓണത്തിനിറങ്ങിയ എല്ലാ സിനിമകളുടെയും റിവ്യൂകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകളുടെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ തിരുവോണ നാളിൽ ഇറങ്ങിയ മദിരാശി സിനിമ ധൈര്യമായി ടിക്കറ്റ് എടുക്കാൻ പറ്റിയ മൂവിയാണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാൻ ആ സിനിമ കണ്ടിട്ട് വരികയാണ്. സിനിമയിൽ തുടക്കത്തിൽ തന്നെ വളരെ വലിയൊരു സംഭവം, വളരെ സീരിയസ് ആയ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം നമ്മുടെ ശിവകാർത്തികേയനെ കാണിക്കുകയാണ്. അപ്പോൾ ആ സംഭവത്തിനും ശിവകാർത്തികേയൻ്റെ ആ ഒരു ക്യാരക്ടറിന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിലാണ് SK വന്ന് നിൽക്കുന്നത്. ഞാൻ അന്തം വിട്ടു. കാരണം ഈ സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം AR മുരുകദാസ് ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ SK ഉണ്ട്, പിന്നെ വിദ്യുത് ജംവാൽ ഇതിൽ വില്ലനായിട്ട് വരുന്നു, ബിജു മേനോനുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളെ പ്രതീക്ഷിച്ചു. അതേപോലെ അനിരുദ്ധിൻ്റെ മ്യൂസിക്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് സിനിമയ്ക്ക് പോയത്. അപ്പോൾ ശിവകാർത്തികേയൻ ഇങ്ങനെ അങ്ങോട്ട് വന്ന് നിന്നപ്പോൾ ഇതെന്താ അവസ്ഥ, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത് വിചാരിച്ചു. കാരണം ആദ്യം സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സംഭവത്തിനും SK ഇങ്ങനെ വന്ന് ഒരു സ്ട്രോങ് ഇല്ലാത്ത കഥാപാത്രമായിട്ട് വന്ന് നിൽക്കുമ്പോൾ SKയെ ആ ഒരു സംഭവമായിട്ട്, ആ ഒരു ഓപ്പറേഷനുമായിട്ട് എങ്ങനെ ഇവർ ലിങ്ക് ചെയ്ത രസം ഉണ്ടാവുമോ, സ്യൂട്ടാവുമോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം SKയുടെ ഒരു ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ. പുള്ളി ആ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിജയിനെയാണ് ഓർമ്മ വന്നത്. ഇളയ ദളപതി വിജയിനെയാണ് ഓർമ്മ വന്നത്. കാരണം വിജയാണ് ഈ രീതിയിലൊക്കെ ഡാൻസ് കളിക്കുക. അതേസമയം SKയും നല്ലൊരു ഡാൻസർ തന്നെയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമകളിൽ അദ്ദേഹം ഡാൻസ് ചെയ്തൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷേ ഈ സിനിമയിലെ ആ ഫസ്റ്റ് കാണിക്കുന്ന ഡാൻസ് ഒന്നുകൂടി നന്നായിരുന്നു കേട്ടോ. ആ പാട്ടിനനുസരിച്ച് പുള്ളി നന്നായിട്ട് ചുവടുകൾ വെക്കുന്നുണ്ട്, നന്നായിരുന്നു. പക്ഷേ എന്നാലും ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ, ഈ സിനിമ എങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ SKയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ അത് പറയാൻ തുടങ്ങുമ്പോഴേ ഞാൻ വിചാരിച്ചു, പറയുമ്പോഴെങ്കിലും ഇവർ അതൊന്ന് സ്ട്രോങ്ങിൽ കാണിക്കാമല്ലോ എന്ന്. ഞാൻ വിചാരിച്ച പോലെ തന്നെ AR മുരുകദാസ് ഒരു 1-2 മിനിറ്റ് ആ സംഭവം ഉള്ളൂ, ആ ഫ്ലാഷ് ബാക്ക്. അത് കാണിക്കുമ്പോൾ ഒരു 10-15 കഥാപാത്രങ്ങളെ അവിടെ കാണിക്കണം. അത് നന്നായിട്ട് തന്നെ AR മുരുകദാസ് കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്കൊരു സ്ട്രോങ് കിട്ടില്ല. കാണിച്ചത് കൊണ്ട് തന്നെ ശിവകാർത്തികേയൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്ട്രോങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് സിനിമയിൽ ശിവകാർത്തികേയൻ്റെ റോള് അങ്ങോട്ട് പലതരം സ്ഥാനങ്ങളിലേക്ക് മാറുകയാണ് കേട്ടോ. കാരണം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ കാര്യങ്ങൾ വളരെ നന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ പ്രണയത്തിൽ ഇതിൽ ഹീറോയിന് വന്നിട്ട് കാണിക്കുന്നതൊക്കെ, ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ഇത് എന്താ ഹീറോയിൻ ഇങ്ങനെ ഒരിത് കാണിച്ചിട്ട് SKയുടെ അവസ്ഥയിലേക്ക് ഓരോ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്താ ഇങ്ങനെ ആയതെന്ന് തോന്നി. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ നല്ല രീതിയിൽ തന്നെ പ്രണയവും AR മുരുകദാസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രണയവുമായി ബന്ധപ്പെട്ട് തന്നെ സിനിമ ഈ ഒരു ആദ്യം കാണിക്കുന്ന ആ ഒരു ഭീകര സംഭവമായിട്ട് മുന്നേറുകയാണ്. നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ശിവകാർത്തികേയൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ ഇങ്ങനെ തോന്നിയാലും ഇതിൻ്റെ കഥയിലുള്ള ആ ശിവകാർത്തികേയൻ്റെ ആ ക്യാരക്ടറിനെയാണ് ഞാൻ പറയുന്നത്. ക്യാരക്ടർ ഇങ്ങനെ പോയാൽ എങ്ങനെ വിചാരിച്ചപ്പോൾ എൻ്റെ ആ ചിന്തകളെയേ AR മുരുകദാസ് മാറ്റിക്കളഞ്ഞു. ആ ക്യാരക്ടറിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ശിവകാർത്തികേയൻ. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശിവകാർത്തികേയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അമരനായിരുന്നു. അതേപോലെ തന്നെ പുള്ളി ഈ സിനിമയിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷനൊക്കെ ഇടവേള വരെ ആക്ഷനൊന്നും കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ കാരണം ക്യാരക്ടർ അങ്ങനെയാണ് SKയുടെ. അപ്പോൾ ഇത് എങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ആ ക്യാരക്ടർ മാറി വരുന്തോറും ശിവകാർത്തികേയൻ അങ്ങനെ മിന്നുകയാണ് സിനിമയിൽ. അതേപോലെ തന്നെ വിദ്യുത് ജംവാൽ പുള്ളി തുടക്കത്തിലൊക്കെ ഗംഭീരമായിട്ട്, പിന്നെ പുള്ളി കുറേ നേരം ഓഫാണ്. അപ്പോൾ ഇനി ഇത് എന്താകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പുള്ളി ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു ആക്ഷനിൽ ഇറങ്ങുന്നുണ്ട്. വിദ്യുത് ജംവാൽ ഒരു സംഭവം തന്നെയാട്ടോ. കാരണം പുള്ളി കാണിക്കുന്ന ആ ഒരു കായികാഭ്യാസമൊക്കെ തോക്കൊന്നും ആവശ്യമേ ഇല്ല പുള്ളിക്ക്.
തോക്കുകൾ കൊണ്ടൊരു കളിയുണ്ട് ആക്ഷൻ, പക്ഷെ പുള്ളി വളരെ സ്മൂത്തായിട്ട് ആ സീനുകളിൽ, ആ ആക്ഷൻ രംഗങ്ങളിൽ അങ്ങോട്ട് മറിഞ്ഞ് അങ്ങോട്ട് ആക്ഷൻ ചെയ്യാണ്. നന്നായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇനി SKക്ക് ഇനി പുള്ളിയോട് എങ്ങനെ പറ്റും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ രണ്ടു പേർക്കും ഈക്വൽ സംഭവങ്ങൾ കൊടുത്തുകൊണ്ടാണ് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളുള്ളത്. അവസാനമൊക്കെ നല്ല പൊളിച്ച ആക്ഷൻ ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ ബിജുമേനോൻ്റെ കഥാപാത്രം അത് ശരിക്ക് ലാലേട്ടൻ ചെയ്യാനിരുന്നതാണെന്ന് അറിഞ്ഞിരുന്നു. അപ്പം ലാലേട്ടന് ടൈം പറ്റാത്തത് കൊണ്ടാണ് ബിജുമേനൻ എത്തിയതെന്ന് പറഞ്ഞു. അത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ ബിജുമേനോൻ ആ ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല ഭാഗങ്ങളാണ് പുള്ളിക്കുള്ളത്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിജുമേനോനുള്ള ഭാഗങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ താരമൂല്യത്തിനനുസരിച്ചുള്ള ഒരു റോളായിട്ട് എനിക്ക് അത് തോന്നിയില്ല. കാരണം ലാലേട്ടൻ എവിടെ കിടക്കുന്ന ആക്ടറാണ്, കംപ്ലീറ്റ് ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ റോള് കൊടുത്തിട്ട് അവിടെ ഈ രീതിയിലായ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല റോള് തന്നെയാണ്, പക്ഷെ ലാലേട്ടന് അത് പറ്റില്ല, അത് ഉറപ്പാണ്. കാരണം അങ്ങേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭയങ്കര സംഭവമുള്ള റോള് കൊടുക്കണം. അത്രയ്ക്കൊന്നും ആ റോളില്ല. എന്നാലും ബിജുമേനോൻ അത് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ പാട്ട്, ഡാൻസ്, ആക്ഷൻ, അതേപോലെ പ്രണയം, അതേപോലെ ഭീകര സംഭവങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ചേരുവ തന്നെയാണ് മദിരാശി. അപ്പോൾ ഈ ഓണത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ അടുത്ത മൂവി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ മൂവി തന്നെയാണ്.